നമസ്കാരം +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മോഷനിൻ്റെ പ്ലെയിൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അതിലെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, അതായത് വെക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. വെക്ടേഴ്സിൻ്റെ അഡീഷനെ, മൾട്ടിപ്ലിക്കേഷനെ, സബ്ട്രാക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പം ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക, അതിൽ കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് എ പ്രൊജക്റ്റൈൽ മോഷൻ. സാധാരണയായിട്ട് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന്. പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോഡി, എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മളൊന്ന് എറിയുവാണ്. എറിയുമ്പോൾ നമുക്കറിയാം അതിനെനിക്ക് ഒരു വെലോസിറ്റി കൊടുക്കുന്നു, ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ എറിയുമ്പോൾ അതിലേക്ക് ഒരു ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എറിഞ്ഞതിന് ശേഷം പിന്നെ ആ ബോഡി മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മളൊരു വസ്തുവിലേക്കൊരു വെലോസിറ്റി കൊടുത്തത്, അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എറിയുന്നു, ഒരു കല്ലെടുത്ത് എറിയുവാന്ന് ചോദിച്ചു. അപ്പോൾ എറിയുമ്പോൾ അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് എറിഞ്ഞതിന് ശേഷം അത് പിന്നെ മൂവ് ചെയ്യുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻഫ്ലുവൻസിന് ശേഷം പിന്നെ അത് മൂവ് ചെയ്യുന്നത് എന്താണ്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് എ പ്രൊജക്റ്റൈൽ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്നതാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയും. അങ്ങനെയുള്ള മോഷനെ നമുക്ക് പറയാം എന്താണ്, പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയാം. ക്ലിയർ ആയാലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ എറിയുന്നു, അപ്പോൾ അതിന് സം ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, പിന്നെ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം. അതായത് നമ്മൾ വേറെ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് ഒന്നും ആ വസ്തുവിലേക്ക് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമായിരിക്കും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്നതാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയും. ആ വസ്തുവിൻ്റെ ആ മൂവ്മെൻറ്റിലുള്ള മോഷൻ, അതിനെ നമ്മൾ പറയും പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ, എ ബോഡി thrown with some initial velocity and then allowed to move under the influence of gravity alone, that is known as projectile. ഒന്നുകൂടെ പറയാം, a body is thrown with some initial velocity and then allowed to move under the influence of gravity alone, that is known as projectile. ക്ലിയർ ആയല്ലോ? ഈ പ്രൊജക്റ്റൈൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഏത് മാത്രമേ ഉള്ളൂ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ ആ പ്രൊജക്റ്റൈൽ മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ എറിയുക, നമുക്കറിയാം ഏതൊരു സാധനവും മുകളിലോട്ട് നമ്മൾ എറിയുവാണെങ്കിൽ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നമ്മൾ എറിയുവാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പാത്ത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും, പിന്നെ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇങ്ങനത്തെ ഒരു പാത്തായിരിക്കും, ഈ രീതിയിലായിരിക്കും അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലല്ലേ? ഈ ഷേപ്പിന് നമ്മൾ എന്താണ് പറയുന്നത്, പരാബോളിക് ഷേപ്പ് എന്ന് പറയില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് എ പരാബോളിക് പാത്താണ്, അല്ലെങ്കിൽ ദ പാത്ത് ഓഫ് ദ പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോള. ക്ലിയർ ആയല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മളൊരു വസ്തുവിനെ എറിയുന്നു, അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും നമ്മൾ എറിയുമ്പോൾ, പിന്നെ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, പ്രൊജക്റ്റൈൽ എന്ന് പറയാം. ആ പ്രൊജക്റ്റൈലിൻ്റെ പാത്തിന് നമ്മൾ പറയുന്നതാണ് ട്രാജക്ടറി എന്ന് പറയും കേട്ടോ. ട്രാജക്ടറി എന്ന് പറയും. അതെങ്ങനെയാണ്, ദാറ്റ് ഈസ് എ പരാബോള. ഇതൊക്കെ 1 മാർക്കിൻ്റെ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ദ പാത്ത് ഓഫ് ദ പ്രൊജക്റ്റൈൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ട്രാജക്ടറി, ദാറ്റ് ഈസ് എ പരാബോള. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും? ഇപ്പം നമ്മളൊരു വസ്തുവിനെ മുകളിലോട്ട് എറിഞ്ഞാലും അത് ശരിക്കും നേരെ താഴോട്ടല്ല വന്ന് വീഴുന്നത്, ഒരു ചെറിയൊരു പരാബോളിക്, അതായത് ആ എറിയുന്നതിൻ്റെ ഒരു ആംഗിൾ, ആ ഹൊറിസോണ്ടൽ ഉണ്ടല്ലോ, ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ പ്രൊജക്റ്റൈൽ. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പ്രൊജക്റ്റൈൽ എന്നാണ് പറയുന്നത്? അപ്പോൾ പ്രത്യേകം ഓർക്കണം, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രമാണ്. എ ബോഡി ഈസ് ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ അലൗഡ് ടു മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് gravity alone, that is known as projectile. Then the only force acting on the projectile is that is a gravitational force. The path of the projectile, that is a trajectory, that is a parabola. Path of the projectile എന്ന് പറഞ്ഞാൽ എന്താണ്, പരാബോളയാണ്, അല്ലെങ്കിൽ trajectory of a projectile is a parabola. ഇനി നമ്മളൊരു വസ്തുവിനെ നമ്മളിങ്ങനെ എറിയുമ്പോൾ എന്താണ്, അതിനൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു മോഷൻ ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു മോഷൻ ഉണ്ട്. നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ എറിയുവാണെന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു മോഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു മോഷൻ ഉണ്ടാകുന്നുണ്ട്. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ മോഷൻ ആൻഡ് ഓൾസോ ദ വെർട്ടിക്കൽ മോഷൻ. ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
Clear ആയല്ലോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. The projectile motion is a combination of horizontal motion and the vertical motion. ഈ horizontal motionനും vertical motionനും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. horizontal motion ആണെന്നുണ്ടെങ്കിൽ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ട് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ ആവുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. വെർട്ടിക്കൽ ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഡയറക്ഷനിൽ. വെർട്ടിക്കലിനാകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് പറയാം? ദ പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്, വെർട്ടിക്കൽ മോഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഹൊറിസോണ്ടൽ മോഷൻ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. വെർട്ടിക്കൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയാം. ആ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആക്സിലറേഷനും ആയിരിക്കും. ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പം ദ പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് horizontal motion with constant velocity and the vertical motion with constant acceleration. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റൈൽ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. വെർട്ടിക്കലിനാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഒരു ബോഡി. സപ്പോസ് ഇവിടെ നമ്മളൊരു ബോഡി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുവാണ്. ആ ബോഡിയിൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞൊരു വെലോസിറ്റിയിൽ ആ ബോഡി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക. യു എന്നാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചായിരുന്നു. അന്നേരം പറഞ്ഞായിരുന്നു ഒരു വെക്ടറിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും അല്ലേ. എങ്ങനെ റിസോൾവ് ചെയ്യാൻ സാധിക്കും? രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഏതൊക്കെയാണ് ആ കമ്പോണൻസ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെക്ടർ വി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു വസ്തുവിനെ നമ്മൾ എറിയുവാണ്. ഒരു സ്റ്റോണോ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. ആ വസ്തുവിനെ നമ്മൾ എറിയുന്നു. അത് എറിയുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ നമ്മളൊരു വെക്ടറായിട്ട് എറിയുമ്പോൾ എന്തായാലും അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ വെക്ടർ യുവിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ദെൻ ആ കമ്പോണൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആയിരിക്കും. ഒന്ന് എങ്ങനെയായിരിക്കും? ഒന്ന് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻറ്റും ആയിരിക്കും. മനസ്സിലാവുന്നുള്ളൂ. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആയിരിക്കും, ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. മനസ്സിലാവുന്നല്ലോ പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് ഈ വെക്ടർ യു മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ദാറ്റ് ഈസ് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വസ്തുവിനെ എറിഞ്ഞു, അത് പിന്നെ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ല. ഈ ഒരു രീതിയിൽ പരാബോളിക് പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ആ വെലോസിറ്റി അങ്ങനെ വന്നു അത് ടോപ്പിൽ വരും. ദെൻ പിന്നെ അത് താഴോട്ട് ഇങ്ങനെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മൂലം ആ ഒബ്ജക്റ്റ് താഴോട്ട് പോകും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ ഒബ്ജക്റ്റിൻ്റെ യു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വെലോസിറ്റിയിൽ പോകുന്ന ഒബ്ജക്റ്റ്. ദെൻ അതിൻ്റെ പാത്താണ് ഈ ഷേപ്പ്. അതാണ് ഈ പരാബോള എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം യു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വെക്ടറാണ്. ആ വെക്ടറിനെ റിസോൾവ് ചെയ്തു, രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഒന്ന് ഏതാണ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അല്ലേ. എക്സ് ആക്സിസിലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വൈ ആക്സിസിൽ എങ്ങനെയാണ്? വെർട്ടിക്കൽ കമ്പോണൻറ്റുമാണ്. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇവിടെ തീറ്റ ആംഗിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് യു കോസ് തീറ്റ. പഠിച്ചതാണ് കേട്ടോ. യു കോസ് തീറ്റ. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ്. ആ കമ്പോണൻറ്റിനെ റിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് ചെയ്യും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താണ്? ദാറ്റ് ഈസ് യു സൈൻ തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു സൈൻ തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ്? യു കോസ് തീറ്റയും ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ലെറ്റ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ ഇനീഷ്യൽ വെലോസിറ്റി യു വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. യു എന്ന് പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനാണ്. തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷനാണ്. ദെൻ ആ വെക്ടറിനെ അല്ലെങ്കിൽ ആ യുവിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് യു കോസ് തീറ്റ. ദെൻ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഈസ് യു സൈൻ തീറ്റ. ക്ലിയർ ആയല്ലോ. ഇനിയാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ്, അതുപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻറ്റ് ആക്സിലേഷൻ ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ യു കോസ് തീറ്റ ആണ്. ഇതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇത് മൂവ് ചെയ്യുന്ന പാത്ത് ഇതാണല്ലോ. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്ന പാത്ത്. ഈ ഒരു പാത്താണ് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഓരോ പോയിന്റിൽ വരുമ്പോഴും ഇങ്ങനെ ഉണ്ടല്ലോ, ഓരോ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഓരോ പോയിന്റിൽ വരുമ്പോഴും അതിൻ്റെ വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ വരുമ്പോഴും എന്താണ് അവിടെ ഓരോ പോയിന്റിൽ ഓരോ വെക്ടറല്ല. ഇവിടെ വെക്ടറാണ്, ഇതിങ്ങനെ വെക്ടറാണ്. അപ്പം അത് റിസോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് റിസോൾവ് ചെയ്തതാണ് ഈ യു കോസ് തീറ്റ.
ഇത് സൈൻ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് വന്നു, അവിടെയും അത് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ ഇങ്ങോട്ട് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ വരുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻ്റും ഉണ്ടാവും. മനസ്സിലാവുന്നല്ലോ പറയുന്നത്. ഇവിടെ നോക്കുക, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, അതായത് ഹൊറിസോണ്ടൽ വെലോസിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ്, അതിൻ്റെ ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള വേറെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. എയർ റെസിസ്റ്റൻസ് ഉണ്ട്, ആ എയർ റെസിസ്റ്റൻസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഈ ഹൊറിസോണ്ടൽ മോഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റീനെ ഒപ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ അതേസമയം ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഈ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് എ ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ. ഇത് വെർട്ടിക്കലായിട്ടല്ല, അപ്പം വെർട്ടിക്കലായിട്ട് പോകുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അവിടെയുണ്ട്. ഏതാണ് ഫോഴ്സ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് തന്നെ ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് എങ്ങനെയാണ് മുകളിലോട്ട് പോകും തോറും വെർട്ടിക്കൽ കമ്പോണൻ്റ് അവിടെ കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം. ക്ലിയർ ആയാലോ? അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത്, പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? കുറഞ്ഞു വരുന്നത് കേട്ടോ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓരോ പോയിന്റിൽ വരുമ്പോഴും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം കുറഞ്ഞു വരുന്നു. ദെൻ അത് ആ ടോപ്പ് പൊസിഷൻ ഉണ്ടല്ലോ, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ എന്താണ്? അത് സീറോ ആവും. ആ വെർട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അവിടെ എങ്ങനെയാവും? സീറോ ആവും. അവിടെ പിന്നെ എന്തുമാത്രമേ ഉള്ളൂ? ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ അവിടെ എന്തുണ്ട്? വെർട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ് സീറോ ആവും. പിന്നെ എന്തുമാത്രമേ ഉള്ളൂ? അവിടെ ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ദെൻ പിന്നെ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പിന്നെ എങ്ങനെയാണ്? ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പിന്നെ ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് എങ്ങനെയാണ്? അത് കൂടി വരും അല്ലേ? അത് എവിടെയാണോ ഗ്രൗണ്ടിൽ എത്തുന്ന വരെ ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇങ്ങനെ ഓരോ പോയിന്റിലുള്ള വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇങ്ങനെയാണ് കൂടിക്കൊണ്ടേയിരിക്കും ഗ്രൗണ്ടിൽ എത്തുന്നത് വരെ. മനസ്സിലായി? ഗ്രൗണ്ടിൽ എത്തുന്നത് വരെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ത് സംഭവിക്കുന്നു? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ മോഷൻ. ആ ഒബ്ജക്റ്റിൻ്റെ മോഷനിൽ എങ്ങനെയാണ്? കംപ്ലീറ്റ് മോഷനിൽ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻ്റ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? മുകളിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? വെർട്ടിക്കൽ കമ്പോണൻ്റ് കുറഞ്ഞു വരും, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം. ദെൻ ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ, അതൊക്കെ 1 മാർക്കിൻ്റെ ചോദിക്കുന്നതാണ് കേട്ടോ. ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് സീറോ ആവും. അതായത് വെലോസിറ്റി അവിടെ സീറോ ആവുന്നുണ്ട് ടോപ്പ് പൊസിഷനിൽ വരുമ്പോൾ. ദെൻ അതിന് ശേഷം എന്ത് സംഭവിക്കും? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. വെർട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യുവാണ്. ആ ഗ്രൗണ്ടിലെത്തുന്നവരെ അത് കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊരു മെയിൻ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ വെക്ടറിനെ നമ്മൾ അല്ലെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്തു. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി, ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ മോഷൻ, അല്ലെങ്കിൽ യൂണിഫോം എന്ന് പറയാം. കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ മോഷൻ. പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻ്റ് എങ്ങനെയാണ്? ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ? അതിന് കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലമാണ് അല്ലേ? വെർട്ടിക്കൽ കമ്പോണൻ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുക. ഒബ്ജക്റ്റ് മുകളിലോട്ട് മുകളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ്? വെർട്ടിക്കൽ കമ്പോണൻ്റ് കുറഞ്ഞു വരും. ദെൻ ടോപ്പ് പൊസിഷൻ അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് എങ്ങനെയാണ്? സീറോ ആവും. അവിടെ എന്തുമാത്രമേ ഉള്ളൂ? ടോപ്പ് പൊസിഷൻ എന്തുമാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ദെൻ പിന്നെ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇൻക്രീസ് ചെയ്യും. ആ ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്നവരെ അത് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പം പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ മോഷൻ അല്ലേ? ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആൻഡ് ദ വെർട്ടിക്കൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ മോഷൻ. പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് പോകുന്നതോറും ഡിക്രീസ് ചെയ്യുന്നു. ടോപ്പ് പൊസിഷൻ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സീറോ ആവും. ദെൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ വെർട്ടിക്കൽ കമ്പോണൻ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അവിടത്തിൽ വരുന്നത് വരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രൊജക്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് എ ബോഡി ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ അലൗഡ് ടു മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ ഈസ് കോൾഡ് എ പ്രൊജക്റ്റൈൽ.
The only force acting on the projectile is the force of gravity. The path of the projectile is called trajectory and it is a parabola. The projectile motion is a combination of horizontal motion with constant velocity and vertical motion with constant acceleration. The horizontal component of velocity remains constant throughout the motion. The vertical component changes due to the gravitational force. The vertical component decreases as the projectile moves up and reaches zero value at the highest point on its trajectory. At this point, the projectile has only the horizontal component of velocity. Then the vertical component reverses its direction and it increases in the downward direction until it reaches the ground. അപ്പോൾ ക്ലിയർ ആയല്ലേ പ്രൊജക്റ്റൈൽ എന്താണ്, പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്നുള്ളത്. ഇനി ഈ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ, 3 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് അതിനെ നമ്മൾ ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെയാണ് മാക്സിമം ഹൈറ്റ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ എച്ച് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത് 3 കാര്യവും എനിക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിനെ 6 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഇത് ഡെറിവേഷൻ ഉണ്ട്, ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ദാറ്റ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. ഈ ഫിഗർ നോക്കിയാൽ ഈ ഫിഗറിൽ തന്നെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ആ വേർഡിൽ തന്നെയുണ്ട്. അതായത് അത് ഫ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയം ഇല്ലേ, അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എറിഞ്ഞു, ആ ഒബ്ജക്റ്റ് അതിൻ്റെ ആ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലെവലുണ്ടോ അവിടുന്ന് ഫ്ലൈ ചെയ്തിട്ട് അത് തിരിച്ച് ആ ഗ്രൗണ്ടിൽ ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെ എത്തുന്ന ആ സമയം, അതിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്റ്റൈൽ to return the same horizontal level as the point of projection, that is known as the time of flight. Clear allo? The time taken by the projectile to return to the same horizontal level, same horizontal level തിരിച്ചെത്തണം അതിനെടുക്കുന്ന ആ സമയം, that is the time of flight. Time taken by the projectile to return the same horizontal level as the point of projection. ആ point of projection ഉണ്ടല്ലോ, അതിൻ്റെ ആ സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ തിരിച്ചെത്താനെത്തുന്ന ആ സമയത്തിനാണ് നമ്മൾ പറയുന്നത് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിനെ ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നോക്കുക, ഈ ഒരു വസ്തു ഇവിടെ നിന്ന് എറിഞ്ഞ് ഇവിടുന്ന് വന്നിപ്പോൾ സപ്പോസ് ഓന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണെന്ന് വിചാരിച്ചു, ഓയിന്ന് എറിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തുന്നത് ബിയിലാണെന്ന് വിചാരിച്ചു. അതിനെടുക്കുന്ന സമയമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ് റീച്ച് ചെയ്തത്. അപ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പം ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 0 ആയിരിക്കുമല്ലോ, കാരണം സെയിം ലെവലിൽ അത് പൊങ്ങിയേച്ച് തിരിച്ച് സെയിം ലെവലിലേക്ക് തന്നെ വരുവാണ് ചെയ്തതല്ലേ. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ആദ്യത്തെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0 ആയിട്ട് എടുക്കാം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് എടുക്കാം. മനസ്സിലായല്ലോ? ദെൻ ഇനി ഇവിടുത്തെ വെലോസിറ്റി അത് എറിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി, ഇനി ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്ക് യു കോസിറ്റി എന്നറിയാം. നമുക്ക് ഇവിടുത്തെ ഇനി എടുക്കേണ്ട വെർട്ടിക്കലായിട്ടുള്ള വെലോസിറ്റിയും കൂടെ എടുക്കണം. കാരണം ഈ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇവിടെ റീച്ച് ചെയ്യുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? വെർട്ടിക്കൽ വെലോസിറ്റി ഏതാണ്? യു സൈൻ തീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം വെർട്ടിക്കലായിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ. ദെൻ ഇവിടുത്തെ ആക്സിലേഷൻ മുകളിലോട്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആക്സിലേഷൻ? നമുക്ക് ആക്സിലേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. അപ്വേർഡ് മോഷനിലാകുമ്പോൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനിയുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻസ് ഓഫ് മോഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം? ദാറ്റ് ഈസ് S is equal to ut plus half at square.
ഇത് നമുക്ക് ഉപയോഗിക്കാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, യു വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈമാണ്, എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് 0 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് യു എന്ന് വെച്ചാൽ വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി ഏതാണ്? വെർട്ടിക്കൽ വെലോസിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ ഏതാണ്? ദാറ്റ് ഈസ് യു സൈൻ തീറ്റ നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ ടി എന്ന് വെച്ചാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, അതിനെ നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ട് എടുത്തു. പ്ലസ് ഹാഫ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അപ്പോൾ മൈനസ് ജി ദെൻ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഇവിടെ മൈനസും പ്ലസും ഉള്ളതുകൊണ്ട് ഇവിടെ മൈനസ് വരും. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എടുക്കാം. ഇനി ഈ മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ എങ്ങനെ വരും? ഹാഫ് ജി ടി സ്ക്വയർ വരും. ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റ ഇൻറ്റു ടി അല്ലേ, യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി സ്ക്വയർ അല്ലേ, ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. പിന്നെ മിച്ചം എന്താ ഉണ്ട്? ഹാഫ് ജി ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. മനസ്സിലായല്ലോ? നമുക്ക് എന്താണ് വേണ്ടത്? ടി ആണ് വേണ്ടത്. അപ്പോൾ ടിയിലേക്ക് ഇക്വേഷനെ മാറ്റി എഴുതാമല്ലോ. ടി അവിടെ നിർത്തുക, ബാക്കി ടേംസുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം ദെർഫോർ ടി ഇസ് ഈക്വൽ ടു ടി അവിടെ നിർത്തി. ഇത് സംഭവിക്കും, ഈ ജീനെ താഴോട്ട് കൊണ്ടുവരാം, ടി മുകളിലോട്ടും പോകും. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി അല്ലേ. ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. മനസ്സിലായല്ലോ? ടി മാത്രം അവിടെ നിർത്തി, ജി താഴേക്ക് വരും, ദെൻ ഈ 2 മുകളിലോട്ടും വരും. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ പ്രൊജക്റ്റൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്കിവിടെ എഴുതാം. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാണ്? 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഇസ് എ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്റ്റൈൽ ടു റിട്ടേൺ ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ ആസ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇവിടെ ഓർക്കേണ്ട കാര്യം ഈ 2 പോയിന്റുകൾ മാത്രം ഓർത്തിച്ചാൽ മതി. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ, പിന്നെ ആക്സിലറേഷൻ മൈനസ് ജി. ദെൻ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ വി ഗെറ്റ് ദ ആൻസർ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്ത് നോക്കാം. ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് മാക്സിമം ഹൈറ്റ്? അതും ഈ ഫിഗറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. എന്ത് പറയാം? ഹയസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള ആ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയാം അല്ലേ. ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റാണ് അവിടുത്തെ ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റാണ് അവിടുത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രൊജക്റ്റൈൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഇതല്ലേ അവിടുത്തെ മാക്സിമം അല്ല. ഒരു പ്രൊജക്റ്റൈൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ വെർട്ടിക്കൽ ഹൈറ്റ് അല്ലേ, ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ. ആ പ്രൊജക്റ്റൈൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള ആ ഹയസ്റ്റ് പോയിന്റിലെ ആ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മാക്സിമം ഹൈറ്റ് അതിന് നമ്മൾ ക്യാപിറ്റൽ എച്ച് വെച്ചിട്ടാണ് മാക്സിമം ഹൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എച്ച് വെച്ചിട്ട്. അപ്പോൾ എന്താണ്? വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദി ഹയസ്റ്റ് പോയിന്റ് ഈസ് എ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ക്യാപിറ്റൽ എച്ച്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. മാക്സിമം ഹൈറ്റ് ഇവിടെ നോക്കുക. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു ഈ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് എഴുതാം. ആ മാക്സിമം ഹൈറ്റ് എന്ന് എഴുതാം. ഇവിടുത്തെ ആക്സിലേഷൻ ഏതാണ്? നമുക്കറിയാം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ദെൻ പിന്നെയുള്ള ഇവിടുത്തെ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഏതാണ് അല്ലേ. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ യു സൈൻ തീറ്റ ആണല്ലോ. അപ്പം ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് എടുക്കാം. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഏതാണ്? യു സൈൻ തീറ്റയാണ് അല്ലേ. യു സൈൻ തീറ്റയാണ്. നമുക്ക് ഇവിടം വരെയുള്ള കണ്ടുപിടിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്ര ഒരു മൂവ്മെൻറ്റ് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പം ഇവിടുത്തെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റയാണ്. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. ഇനി ഈ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ വെലോസിറ്റി മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെയാണോ? ഉണ്ടോ വെർട്ടിക്കൽ വെലോസിറ്റി? ഇല്ലല്ലോ, 0 അല്ല. അപ്പം മാക്സിമം ഹൈറ്റ് വരുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്.
മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ആയിട്ട് ഇത് നമുക്ക് എടുക്കാം അല്ലേ. ഫൈനൽ വെലോസിറ്റി ഇവിടെയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ദാറ്റ് ഈസ് v² = u² + 2as എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി ആണ്. ഈ ഹയസ്റ്റ് പോയിന്റ് നമ്മൾ ഫൈനലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇത് 0 ആവും. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം u sin θ. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ u sin θ ആണ് അല്ലേ. u sin θ² + 2 × -g × s എന്ന് വെച്ചാൽ ക്യാപിറ്റൽ വെച്ചാൽ ഹൈറ്റാണ്, വെർട്ടിക്കൽ ഹൈറ്റാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ u² sin² θ എന്ന് എഴുതാമല്ലോ. u² sin² θ -2gh അല്ലേ. -2gh എന്ന് എഴുതാം. മുമ്പേ കണ്ടതുപോലെ തന്നെ ഈ -2gh നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ +2gh ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു u² sin² θ. u² sin² θ നമുക്ക് ഏതാണ് വേണ്ടത്? h ആണ് വേണ്ടല്ലേ. therefore h ഈസ് ഈക്വൽ ടു, hനെ മാത്രം അവിടെ നിർത്തി, ബാക്കി 2g താഴേക്ക് വരും, ഡിനോമിനേറ്ററിലേക്ക് വരും. then that is equal to u² sin² θ അല്ലേ. u² sin² θ ഡിവൈഡ് ബൈ താഴേക്ക് വരും, ദാറ്റ് ഈസ് 2g അല്ലേ. അപ്പം h ഈസ് ഈക്വൽ ടു u² sin² θ ഡിവൈഡ് ബൈ 2g. This is an expression for maximum height attained by the projectile. h is equal to u² sin² θ divided by 2g. ഇവിടെ എല്ലാം ആ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവിടെ എല്ലാം ഹൈറ്റും അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി മാത്രമല്ല തീറ്റ ആംഗിളും, ആ വെലോസിറ്റി ഇവിടുത്തെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, അതനുസരിച്ചിട്ടാണ് ആ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടെ എടുക്കുന്ന സമയമെല്ലാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്. ബാക്കി നമുക്ക് ഈ ഇക്വേഷൻ ആണെങ്കിലും ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആംഗിൾ തീറ്റ ഉണ്ട് അല്ലേ. ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാകുന്ന ആ ഹൈറ്റും ടൈമും അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായല്ലോ. അപ്പം ഡെറിവേഷൻ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി u sin θ ആണ്. വെർട്ടിക്കൽ മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ അടുത്ത വെലോസിറ്റി 0 ആണ്. ബാക്കി ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർ h ഈസ് ഈക്വൽ ടു u² sin² θ ഡിവൈഡ് ബൈ 2g അല്ലേ. അപ്പോൾ h ഈസ് ഈക്വൽ ടു u² sin² θ ഡിവൈഡ് ബൈ 2g. This is the expression for maximum height attained by the projectile. Clear ആയല്ലോ. Then next നമുക്ക് നോക്കാം, that is a horizontal range. ക്യാപിറ്റൽ R വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ? നോക്കുക, ഫിഗർ നോക്കുക, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റേഞ്ച്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ത്രൂ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ആ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എന്തുമാത്രം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് എന്തുമാത്രം ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യുന്നുണ്ട്, അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന്. ഹൊറിസോണ്ടൽ അല്ല, അപ്പം ഇങ്ങനെയല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എന്ന് പറയാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പ്രൊജക്റ്റൈൽ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ത്രൂ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ദാറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. എന്തുമാത്രം ഡിസ്റ്റൻസ് അവിടെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്, ആ പാർട്ടിക്കിൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്ന് അറിയാം ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം, ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്ത് തന്നെയാണ്? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹൊറിസോണ്ടൽ റേഞ്ചിനെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും? വെലോസിറ്റി. അവിടുത്തെ വെലോസിറ്റി ഏതാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് അല്ലേ. ഹൊറിസോണ്ടൽ വെലോസിറ്റി അല്ലേ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു അല്ലേ, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു അവിടുത്തെ ടി എന്ന് വെച്ചാൽ അതാണ് ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ ടൈം ഏതാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ. ടൈം ഓഫ് ഫ്ലൈറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ഹൊറിസോണ്ടൽ വെലോസിറ്റി ആൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്.
Horizontal range is the horizontal displacement of the particle through the point of projection, or horizontal range is the product of the horizontal velocity and the time of flight. നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്കറിയാം അല്ലേ, ഈ ഒരു റേഞ്ച് അല്ലേ. അപ്പോൾ നമുക്കറിയാം യു കോസിറ്റി ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലേ, എത്രയാണ്? ദാറ്റ് ഈസ് 2u sin theta divided by g ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2u sin theta divided by g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബാക്കി കാൽക്കുലേഷൻ നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ 2u ഉണ്ടല്ലോ, ഇവിടെ ഒരു u ഉണ്ട്, ഇവിടെ ഒരു u ഉണ്ട്. നമുക്ക് u സ്ക്വയർ എഴുതാം, u സ്ക്വയർ. പിന്നെ നോക്കുക, ഇവിടെ ഒരു കോസ് തീറ്റയും സൈൻ തീറ്റയും ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ u സ്ക്വയർ ഇൻറ്റു 2 sin theta cos theta നമുക്ക് എഴുതാം. 2 sin theta cos theta ഡിവൈഡഡ് ബൈ g. ഇനി ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു റിലേഷൻ, ദാറ്റ് ഈസ് 2 sin theta cos theta എന്ന് പറഞ്ഞിരിക്കുന്നത് sin 2 theta ആണ്. മാത്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. 2 sin theta cos theta എന്ന് പറഞ്ഞിരിക്കുന്നത് sin 2 theta ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി sin square theta plus cos square theta is equal to 1 അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെയുള്ളൊരു റിലേഷൻ ആണ് 2 sin theta cos theta is equal to sin 2 theta എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 sin theta cos theta സ്ഥാനത്ത് നമുക്ക് sin 2 theta എന്ന് കൊടുക്കാം. therefore r is equal to u square into ഈ 2 sin theta cos theta ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ഈ sin 2 theta എന്ന് കൊടുക്കാം. sin 2 theta divided by g. Clear ആയല്ലോ? r is equal to u square sin 2 theta divided by, this is a expression for horizontal range. r is equal to u square sin 2 theta divided by g. This is a expression for horizontal range. r is equal to u square sin 2 theta divided by g. ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ? ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്തുമാത്രം കവർ ചെയ്യുന്നുണ്ട്, ഒരു വസ്തുവിനെ നമ്മൾ എറിഞ്ഞു, അത് എന്തുമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി ഹൊറിസോണ്ടൽ വെലോസിറ്റി ആൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റിലേഷൻ sin 2 sin theta cos theta എന്ന് പറഞ്ഞിരിക്കുന്നത് sin 2 theta ആണ് ഓർത്തിരിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് therefore horizontal range r is equal to u square sin 2 theta divided by g. അപ്പോൾ ക്ലിയർ ആയല്ലോ ഹൊറിസോണ്ടൽ റേഞ്ച്? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഹൊറിസോണ്ടൽ റേഞ്ച് r is equal to u square sin 2 theta divided by g. This is the expression for horizontal range. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 3 കാര്യങ്ങളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഹൊറിസോണ്ടൽ റേഞ്ചിന് കൊടുത്ത ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെങ്കിൽ മാക്സിമം റേഞ്ച് എത്രയാണെന്നുള്ളത്. മാക്സിമം റേഞ്ച് എന്നുള്ള കാര്യം, അതായത് ഈ നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് മാക്സിമം ആവുന്ന എപ്പോഴാണ്? ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ആംഗിളിലും എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യും. മനസ്സിലാവുന്നത്? എന്തുമാത്രം ദൂരം. ഇപ്പം ചില സ്പോർട്സ് ഐറ്റംസിലൊക്കെ നമുക്ക് കാണാമല്ലോ, ജാവലിൻ പോലെയുള്ള ഐറ്റംസിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് എടുക്കുന്നതല്ലേ അവിടുത്തെ വിജയ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാക്സിമം ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ആംഗിളും, പ്രധാനമായിട്ടും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളത് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യത്തുള്ളൂ. അത് അതിൻ്റെ വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എറിയുന്ന വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാക്സിമം റേഞ്ച് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആ മാക്സിമം റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് വെൻ sin 2 theta ഈസ് ഈക്വൽ ടു 1. sin 2 theta വാല്യൂ 1 ആയിരിക്കണം. അതാണ് അവിടുത്തെ കണ്ടീഷൻ. മാക്സിമം റേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ sin 2 theta ഈസ് ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ അവിടുത്തെ തീറ്റ, ആ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആവുകയും വേണം. ആ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടീഷൻ മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് വെൻ sin 2 theta ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് നോക്കാം തീറ്റ അവിടുത്തെ ആംഗിൾ എത്രയാണെന്നുള്ളത്. ഇനി ഇവിടെ നോക്കുക, sin 2 theta ഈസ് ഈക്വൽ ടു 1 എന്നല്ല. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈനിൻ്റെ ഏതോ ഒരു ആംഗിൾ വരുമ്പോൾ വാല്യൂ 1 ആവും. അത് ഏത് ആംഗിളിൽ വരുമ്പോഴാണ് സൈനിൻ്റെ വാല്യൂ 1 ആവുന്നത്? sin 90 അല്ലേ? sin 90, അതായത് നമുക്കിവിടെ എഴുതാം 2 theta ഈസ് ഈക്വൽ ടു 90 എന്ന് എഴുതാം അല്ലേ? ഈ 2 theta സ്ഥാനത്ത് 90 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവൂലേ? sin 90 ഈസ് ഈക്വൽ ടു 1 ആവുമല്ലോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം 2 theta ഈസ് ഈക്വൽ ടു 90 എന്ന് എഴുതാം.
Clear ആയല്ലോ? 2 theta is equal to 90 degree or theta is equal to theta എത്ര വരും? 90/2 that is equal to 45 degree. Clear ആയല്ലോ? അതായത് theta is equal to 45 degree. Theta is equal to 45 degree. അതായത് ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ മാക്സിമം റേഞ്ച് ഉണ്ടാവും. മനസ്സിലാവുന്നല്ലോ? ആർ മാക്സിമം. അപ്പോൾ നമുക്ക് എഴുതാം ആർ മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമം റേഞ്ചിൻ്റെ എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് ആർ മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. ഇവിടുത്തെ നോക്കുക sin 2 theta is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ഈ ടേം 1 ആവൂലേ? യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി. അപ്പോൾ ദിസ് ഈസ് എ expression for maximum range u square divided by g. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? when theta is equal to 45 degree. ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആർ മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. അത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി. തീറ്റ 45 ഡിഗ്രി ആംഗിൾ നമ്മൾ എറിയുവാണെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം റേഞ്ച് വരും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന വെലോസിറ്റിനെ, എറിയുന്ന വെലോസിറ്റിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം മാക്സിമം റേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റൈൽ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യണം? പ്രൊജക്റ്റൈൽ ഷുഡ് ബി പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി അല്ലേ? അപ്പോൾ ഫോർ മാക്സിമം റേഞ്ച് ദി പ്രൊജക്റ്റൈൽ ഷുഡ് ബി പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. ആംഗിൾ 45 ഡിഗ്രി എറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റൈൽ മാക്സിമം റേഞ്ച് വരും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനീഷ്യൽ വെലോസിറ്റി. അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ ആർ മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാക്സിമം റേഞ്ച് വരുന്ന കണ്ടീഷൻ ഏതാണ്? ദാറ്റ് ഈസ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ദാറ്റ് ഈസ് എ മാക്സിമം റേഞ്ച്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആർ മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ? നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിച്ചു. അതിൻ്റെ എക്സ്പ്രഷൻസ് ഇത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. എഴുതി പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 1-2 കണ്ടീഷൻസ് മാത്രം ഒന്ന് ഓർത്തിന്ന് വെച്ചാൽ മതി. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻസ് ഒക്കെ കാണാതെ തന്നെ 2-3 പ്രാവശ്യം എഴുതി ഇങ്ങനെ രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. എഴുതി വരുമ്പോൾ മിക്ക കുട്ടികളും കാണുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ചിലപ്പം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നൊക്കെ ഇവിടെ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും മാറിപ്പോകാതെ എഴുതി തന്നെ പഠിക്കുക. എഴുതി തന്നെ 2 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ മാക്സിമം റേഞ്ചിൻ്റെ കണ്ടീഷനാണ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതിൻ്റെ എക്സ്പ്രഷനാണ് ആർ മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചാണ്. എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ? എ ബോഡി ഈസ് ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ അലൗഡ് ടു മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊജക്റ്റൈൽ. Then the path of the projectile is a parabola. Then projectile motion is a combination of horizontal velocity, horizontal motion with constant velocity and the vertical motion with constant acceleration. ഓർത്തിരിക്കുക. പിന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ 0 ആവുന്നു. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ആ 3 ടേംസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതിൻ്റെ ഡെറിവേഷൻ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. എഴുതി തന്നെ പഠിക്കണം കേട്ടോ. വെറുതെ വായിച്ചു വിട്ട് പോലെ എഴുതി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ മാക്സിമം റേഞ്ച് ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ് മാക്സിമം റേഞ്ച് ആവുന്നത്? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു, അതായത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം റേഞ്ച് വരുന്നത്. അപ്പം ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയുകയാണ്, എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്